നമുക്ക് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ പഴമോ അതേപോലെ തന്നെ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് 2 വലിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ റവ, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും, 1/4 കപ്പ് തേങ്ങ, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് ഈ ഒരു ചൂടോട് കൂടിയിട്ട് ഈ ഒരു ശർക്കര പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളവും 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഉണ്ണിയപ്പച്ചട്ടിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വീതം നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ തേങ്ങ വെറുതെ ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്ത് ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉണ്ണിയപ്പത്തിൽ ഇങ്ങനെ തേങ്ങ ഇടുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. പിന്നെ നെയ്യിൽ തേങ്ങ വറുത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടത്. ഞാനീ പറഞ്ഞ അളവിൽ ചെറിയ ഉണ്ണിയപ്പമാണെങ്കിൽ ഒരു 32 ഉണ്ണിയപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വലിയ ഉണ്ണിയപ്പമാണെങ്കിൽ ഒരു 25 ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.